ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിന്റെ തുടരും എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 26 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 25 ദിവസങ്ങൾക്കിടയിൽ എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയിരുന്നു. ഇന്നലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,25,00,000 രൂപയാണ്. അങ്ങനെ 111,45,00,000 രൂപയാണ് ഈ സിനിമ ആദ്യ 25 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 26ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 1,10,00,000 മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 26 ദിവസം കൊണ്ട് 112,50,00,000 ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഒരു മലയാള സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന റെക്കോർഡ് നേട്ടമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ചിത്രം തിയേറ്ററിലെത്തിയ ഏപ്രിൽ 25 മുതൽ ഇന്നലെ മെയ് 19 തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 25 ദിവസത്തെ വിശദമായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യ ദിവസം മുതൽ 25ാം ദിവസം വരെയുള്ള ഓരോ ദിവസത്തെയും വിശദമായ കണക്ക് ഞാനിവിടെ വായിക്കുകയാണ്. കാരണം പുതിയതായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തുടരും എന്ന സിനിമയുടെ ആദ്യം മുതലുള്ള കളക്ഷൻ വിവരങ്ങൾ അറിയാൻ ഇത് ഉപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യ ദിവസമായ ഏപ്രിൽ 25 ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 17,18,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസം 25,90,00,000 രൂപയും മൂന്നാം ദിവസം 26,15,00,000 രൂപയുമാണ്. നാലാം ദിവസം 14,20,00,000, അഞ്ചാം ദിവസം 12,53,00,000, ആറാം ദിവസം 11,35,00,000, ഏഴാം ദിവസം 11,30,00,000, എട്ടാം ദിവസം 12,55,00,000, ഒൻപതാം ദിവസം 14,50,00,000, പത്താം ദിവസം 13,75,00,000, 11ാം ദിവസം 7,35,00,000, 12ാം ദിവസം 6,30,00,000, 13ാം ദിവസം 5,30,00,000, 14ാം ദിവസം 5,20,00,000, 15ാം ദിവസം 5,20,00,000, 16ാം ദിവസം 6,70,00,000, 17ാം ദിവസം 7,20,00,000, 18ാം ദിവസം 3,45,00,000, 19ാം ദിവസം 3 കോടി രൂപ, 20ാം ദിവസം 2,45,00,000 രൂപ, 21ാം ദിവസം 2,25,00,000, 22ാം ദിവസം 2,30,00,000, 23ാം ദിവസം 2,75,00,000 രൂപ, 24ാം ദിവസമായ നാലാമത്തെ ഞായറാഴ്ച 3,30,00,000 രൂപയും 25ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 1,39,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. ഈ 25 ദിവസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ഇന്നലെയാണ്. അതായത് 1,39,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. ചിത്രം ആദ്യ വാരം 118,61,00,000 രൂപയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയതെങ്കിൽ രണ്ടാമത്തെ ആഴ്ച 65 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. മൂന്നാമത്തെ ആഴ്ച 30,25,00,000 രൂപയും നാലാമത്തെ ആഴ്ച 9,74,00,000 ഉൾപ്പെടെ ആദ്യ 25 ദിവസം കൊണ്ട് 223,60,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 26ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ പ്രതീക്ഷിക്കുന്നത് 1,25,00,000 റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ 26 ദിവസം കൊണ്ട് 224,85,00,000 രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. മെയ് 9 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് മികച്ച ഹോൾഡിലെത്തി മുന്നേറുന്ന മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ സിനിമ ദിലീപിന്റെ 150ാം ചിത്രം കൂടിയാണ്. ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, റാണിയ റാണ, ജോണി ആന്റണി, മഞ്ജു പിള്ള, ജോസുകുട്ടി ജേക്കബ്, ഉർവശി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഡിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 78,00,000 രൂപയായിരുന്നു. ചിത്രം 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 10,59,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 70,00,000 റേഞ്ചിലാണ്. ആദ്യ 12 ദിവസം കൊണ്ട് 11,20,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17-17.5 കോടി റേഞ്ചിലുമാണ്. നവാഗതനായ മനു സ്വരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറുന്ന മലയാള സിനിമയാണ് പടക്കളം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമയുടെ 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 64,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. ആദ്യ 12 ദിവസം കൊണ്ട് 7,24,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 13ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 50,00,000 മുകളിൽ തന്നെയാണ്. ആദ്യ 13 ദിവസം കൊണ്ട് 7,75,00,000 ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 11 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 12.5 കോടി റേഞ്ചിലാണ്. അതേസമയം ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ നടൻ വിജയ് ബാബു സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി എന്ന അഭിപ്രായം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട്. മെയ് 1 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാന്ത് ജീവന് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ, സിമ്രാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം 19ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 4,00,000 രൂപയാണ്. ടൂറിസ്റ്റ് ഫാമിലിയുടെ ആദ്യ 19 ദിവസത്തെ കേരള കളക്ഷൻ 1,47,00,000 രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ 19 ദിവസം കൊണ്ട് 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 19 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 62 കോടിക്ക് മുകളിലായിരുന്നു. ആദ്യ 19 ദിവസം കൊണ്ട് 76 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞ ഈ സിനിമ 20ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 78 കോടിക്ക് മുകളിലാണ്.
സൂര്യനായകനായി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 16 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാമൻ. ഐശ്വര്യലക്ഷ്മി, രാജ് കിരൺ, സ്വാസിക, ബാലശരവണൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് 8,46,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 2,22,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 10,68,00,000 രൂപയാണ്. സിനിമയുടെ 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 12 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. 2003 മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അനുരാജ് മനോഹരൻ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ഡ്രാമ മലയാള ചിത്രമാണ് നരിവേട്ട. അബിൻ ജോസഫ് തിരക്കഥ എഴുതിയ സിനിമയിൽ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിജയും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ്. സംഗീതം നൽകിയത് ജേക്സ് ബിജോയി. നരിവേട്ടയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. പോസിറ്റീവ് അഭിപ്രായമാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. നാളെ മെയ് 21 രാവിലെ 10 മണിക്ക് ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മലയാള സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജലനാണ്. ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിങ്ങനെ 2 പേർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകർ തന്നെയാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നതും 2 പേർ ചേർന്നാണ്. പ്രേം അക്കാട്ട്, സായന്തി എന്നിങ്ങനെ. എഡിറ്റിംഗ് ചമൻ ചാക്കായാണ്. സംഗീതം റസി. ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനൊപ്പം സിജു വിൽസൺ, സീമാജി നായർ, റോണി ഡേവിഡ്, കോട്ടയം നസീർ, നിഹാൽ നിസാം എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഡിറ്റക്റ്റീവ് ഉജ്ജലന്റെ 2 മിനിറ്റ് 6 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. സരിഗമ യൂട്യൂബ് ചാനൽ വഴിയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയത്. സൈജു കുറുപ്പ് നായകനായി ഷംസു സൈബ സംവിധാനം ചെയ്ത് മാർച്ച് 29 തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് അഭിലാഷം. ചിത്രത്തിൽ തൻവീർ റാം, അർജുൻ അശോകൻ, ബിനു പപ്പു, നവാസ് വള്ളികുന്ന് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മെയ് 23 വെള്ളിയാഴ്ച ഈ സിനിമയുടെ OTT റിലീസിംഗ് പൂർത്തിയാക്കും. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് എന്നിങ്ങനെ 3 പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. YRSന്റെ ബാനറിൽ അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന വാർ 2വിന്റെ 1 മിനിറ്റ് 35 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ 3 ഭാഷകളിലാണ് ടീസർ പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിൽ ഹൃതിക് റോഷൻ, ND രാമറാവു ജൂനിയർ, കിയാര അദ്വാനി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 2025 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ചയാണ് ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.